ഇനി ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ കിടക്കുന്നത്, മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനേർഷ്യ എന്താണെന്ന് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഇത് റൊട്ടേഷനുമായി ബന്ധപ്പെട്ട ഇനേർഷ്യയാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ റൊട്ടേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇനേർഷ്യ. എന്താ ഇനേർഷ്യ എന്ന് നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചല്ലോ. എന്താണ് ഇനേർഷ്യ? ഇനബിലിറ്റി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. റെസ്റ്റിലിരിക്കുന്ന ബോഡിക്ക് സ്വയം മൂവ് ചെയ്യാൻ കഴിയില്ല. യൂണിഫോം മോഷനിലുള്ള ബോഡിക്കും സ്വയം അതിൻ്റെ അവസ്ഥക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഈ കഴിവില്ലായ്മയാണ് ഇനേർഷ്യ. ഇതേ കഴിവില്ലായ്മ, ഇതേ ഇനബിലിറ്റി നമ്മൾ റൊട്ടേഷണൽ മോഷനിലേക്ക് കണക്ട് ചെയ്താൽ അതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ? ആദ്യം മനസ്സിലാക്കുക, മൊമെന്റ് ഓഫ് ഇനേർഷ്യയെ സൂചിപ്പിക്കാൻ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഐ എന്നാണ് ഉപയോഗിക്കുന്നത്. ക്യാപിറ്റൽ ഐ, ഇനേർഷ്യ എന്ന വാക്കിന്റെ ഫസ്റ്റ് ലെറ്റർ. സോ എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ? വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഇനബിലിറ്റി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം റൊട്ടേഷൻ. സിമ്പിൾ ഡെഫിനിഷൻ, ഇനേർഷ്യ ടുവേർഡ്സ് റൊട്ടേഷൻ, അഥവാ റെസ്റ്റിലുള്ള ബോഡിക്ക് സ്വയം കറങ്ങാൻ കഴിയില്ല. കറങ്ങിക്കൊണ്ടിരിക്കുന്ന, ഒരേ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബോഡിക്ക് സ്വയം ആ കറക്കത്തിന്റെ അവസ്ഥക്ക് മാറ്റം വരുത്താനും കഴിവില്ല. നമ്മൾ പുറമേ നിന്ന് ടോർക്ക് കൊടുത്താൽ കഴിയും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. സോ എന്താണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ? ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഇനബിലിറ്റി ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം റൊട്ടേഷൻ. ഇനി ഒരു സിംഗിൾ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാനുള്ള ഫോർമുല എം ഇൻറ്റു ആർ സ്ക്വയർ. എം മാസ്, ആർ എന്ന് പറഞ്ഞാൽ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, എം ആർ സ്ക്വയർ. അപ്പോൾ ഒരു ബോഡി ആണെങ്കിലോ കുറേ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഒന്നാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പ്ലസ് എറ്റ്സെട്ര, അങ്ങനെ കുറേ പാർട്ടിക്കിൾസ്, എം എൻ ആർ എൻ സ്ക്വയർ. ഓക്കെ, ദെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ യൂണിറ്റ് എന്താണ്? എം ഇൻറ്റു ആർ സ്ക്വയർ, മാസ് കിലോഗ്രാം. ഓക്കെ, ആർ എന്ന് പറയുമ്പോൾ മീറ്റർ, ഡിസ്റ്റൻസ് അല്ലേ. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഡയമെൻഷൻ ഓഫ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ എം എൽ സ്ക്വയർ. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്, ശ്രദ്ധിക്കണേ. നേരത്തെ നമ്മൾ പല ചാപ്റ്ററുകളിലായി പഠിച്ചു വന്ന മോഷൻ ട്രാൻസ്ലേഷൻ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഷനോ റൊട്ടേഷൻ. നേരത്തെ പറഞ്ഞു ട്രാൻസ്ലേഷനിൽ ഫോഴ്സ് എന്ന് പറയുന്നത് പോലെയാണ് റൊട്ടേഷനിൽ ടോർക്ക്. അവിടെ മൊമെന്റം ലീനിയർ മൊമെന്റം, ഇവിടെ ആംഗുലാർ മൊമെന്റം. എന്നാൽ അതേപോലെ ട്രാൻസ്ലേഷണൽ മോഷനിൽ മാസ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ട്രാൻസ്ലേഷണൽ മോഷനിലെ ഇനേർഷ്യ ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ, റൊട്ടേഷനുമായി ബന്ധപ്പെട്ട ഇനേർഷ്യ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ട്രാൻസ്ലേഷണൽ ഇനേർഷ്യ മാസിനനുസരിച്ച് മാറും. മാസ് ഇസ് എ മെഷർ ഓഫ് ഇനേർഷ്യ. എന്നാൽ ഇവിടെ അത് മാസ് മാത്രമല്ല, എമ്മും ആർ സ്ക്വയറും വരും. അപ്പോൾ ഓർത്ത് വെക്കുക, അവിടെ മാസ് എന്ന് പറയുന്നതിന് ഇക്വലന്റ് ആണ് ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. പഠിച്ചു വെക്കുക, ടോർക്ക് ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഫോഴ്സ്. ആംഗുലർ മൊമെന്റം ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ലീനിയർ മൊമെന്റം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് മാസ്. ഓക്കെ, ദെൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എന്തിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നു? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് നോക്കുക. ഒന്ന്, മാസ് ഓഫ് ദി ബോഡി, മാസ്. ഇനി ആറാണ്. ആർ എന്ന് പറഞ്ഞാൽ ആക്സിസിൽ നിന്നുള്ള ദൂരം. അത് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ബോഡിയുടെ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് ഒക്കെ മാറിക്കഴിഞ്ഞാൽ ആർ എന്ന ഡിസ്റ്റൻസ് മാറും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. ബോഡി കറങ്ങുന്ന ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറിക്കഴിഞ്ഞാൽ, ഒരു ബോഡി പല ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുന്നു, ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാറിയാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറും. ഓക്കെ, 3 പോയിന്റെങ്കിലും പഠിക്കാം. ഓക്കെ, ഇനിയും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് അബൌട്ട് ദി ആക്സിസ് എന്നൊക്കെ പറയാം. ശരി, സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡെഫിനിഷൻ, ഫോർമുല, യൂണിറ്റ്, ഡയമെൻഷൻ, ഇതേപോലെ റൊട്ടേഷൻ അനലോഗ് ഓഫ് മാസ്, ഡിപ്പെൻഡിങ് ഫാക്ടേഴ്സ്, എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നല്ല, ഒരുപാട് തവണ ആവർത്തിച്ച് ബോർഡ് എക്സാമിന് ചോദിച്ചു. ശരി, അങ്ങനെയെങ്കിൽ നമ്മൾ ഇനി 6 റിജിഡ് ബോഡികളുടെ 8 ഫോർമുലകൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട് ബൈ ഹാർട്ട് ആക്കി വെക്കണം. 6 ബോഡി. ഏതൊക്കെയാണ് 6 ബോഡി? ഒന്ന് റിംഗ് ആണ്, മറ്റൊന്ന് ഡിസ്ക് ആണ്, വേറൊന്ന് ഹോളോ സിലിണ്ടർ, പിന്നെ സോളിഡ് സിലിണ്ടർ, തിൻ റോഡ്, സോളിഡ് സ്ഫിയർ. 6 ബോഡി. ഈ 6 ബോഡികളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഫോർമുല ബൈ ഹാർട്ട് ആക്കണം. ഇതൊരു റിങ്. ആ റിങ് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുന്നു. ആക്സിസിന് നമുക്ക് എങ്ങനെ വാചകത്തിൽ പറയാം? പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ അറ്റ് ദി സെന്റർ. ഈ റിങ്ങിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായി സെന്ററിലൂടെയുള്ള ആക്സിസ്, അല്ലെങ്കിൽ ഈ ആക്സിനെ പറയാം ആക്സിസ് ഓഫ് റിങ് എന്ന്. അതേ റിങ് ഡയാമീറ്ററിലൂടെയുള്ള ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുകയാണെങ്കിലോ, ആദ്യം ഈ ആക്സിസ് പിന്നെ ഈ ആക്സിസ്,
രണ്ട് ആക്സിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോഴും മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഫോർമുല ഇത് m ഇൻറ്റു ആർ സ്ക്വയർ. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് റിങ്, ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് റിങ്. അതിന്റെ പകുതിയാണ് ഇത് വരിക. അപ്പൊ എം ആർ സ്ക്വയർ ബൈ 2. എം ആർ സ്ക്വയർ ബൈ 2. then അടുത്ത ഡിസ്ക് അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായി സെൻട്രലിലൂടെയുള്ള ആക്സിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോൾ എം ആർ സ്ക്വയർ ബൈ 2. ഓക്കെ, എന്നാൽ അതേ ഡിസ്ക് ഡയാമീറ്ററിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോഴോ എം ആർ സ്ക്വയർ ബൈ 4. ഇതിങ്ങനെ ബൈ ഹാർട്ട് ആക്കി വെക്കാനുള്ളതാണ്. 6 ബോഡി 8 ഫോർമുല. ഓക്കെ, ദെൻ ഹോളോ സിലിണ്ടർ ആണെങ്കിലോ, ഹോളോ സിലിണ്ടർ ഒരു പൈപ്പ് പോലെ, അതിൻ്റെ ഈ ആക്സിസ് ഓഫ് സിലിണ്ടർ എന്ന് പറയും. ഹോളോ സിലിണ്ടർ ആണെങ്കിൽ എഗെയിൻ എം ആർ സ്ക്വയർ, മാസ് ഓഫ് സിലിണ്ടർ, റേഡിയസ് ഓഫ് സിലിണ്ടർ. ഓക്കെ, എന്നാൽ സോളിഡ് സിലിണ്ടർ ആണെങ്കിലോ, സോളിഡ് സിലിണ്ടർ ആകുമ്പോൾ എം ആർ സ്ക്വയർ ബൈ 2. ഇപ്പോൾ 6 ഫോർമുലകൾ കഴിഞ്ഞു. എം ആർ സ്ക്വയർ ബൈ 2 റിങ്ങിൻ്റെ 2 എണ്ണം, എം ആർ സ്ക്വയർ ബൈ 2, എം ആർ സ്ക്വയർ ബൈ 4 ഡിസ്കിൻ്റെ 2 എണ്ണം, ഹോളോ സിലിണ്ടർ എം ആർ സ്ക്വയർ, സോളിഡ് സിലിണ്ടർ എം ആർ സ്ക്വയർ ബൈ 2. അവസാനത്തെ 2 എണ്ണം ശ്രദ്ധിക്കണം. തിൻ റോഡ് എന്ന് പറയുമ്പോൾ നോക്കണം, ഇതൊരു തിൻ ആയിട്ടുള്ള റോഡാണ്. സിലിണ്ടറിക്കലോ റെക്ടാങ്കുലറോ എങ്ങനെയാവാം. ഈ റോഡിൻ്റെ സെൻറ്ററിലൂടെയുള്ള ആക്സിസ്, ഇത് മൈൻഡ് ചെയ്യേണ്ട, ആക്സിസും ആവാം, ഇത് നോക്കിയാൽ മതി. ഇങ്ങനെ സെൻട്രലിലൂടെ ആക്സിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഫോർമുല എം എൽ സ്ക്വയർ ബൈ 12. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. എം എൽ സ്ക്വയർ ബൈ 12. ഡെറിവേഷൻ ഇല്ല, നേരിട്ട് ഫോർമുല ബൈ ഹാർട്ടാക്ക്. അറ്റ് ലാസ്റ്റ് സോളിഡ് സ്ഫിയർ ഡയാമീറ്ററിലൂടെയുള്ള ആക്സിസ് 2/5 എം ആർ സ്ക്വയർ. 2/5 എം ആർ സ്ക്വയർ. ഓക്കെ, 2/5 എം ആർ സ്ക്വയർ. അപ്പോൾ 6 ബോഡികളുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ 8 ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക. ഈ ഫോർമുലകൾ എക്സാമിന് എഴുതാൻ ചോദിക്കും. ഫോർമുല തന്നിട്ട് ബോഡി ഏതാണെന്ന് ചോദിക്കും, ഫോർമുലയും ബോഡിയും പറഞ്ഞിട്ട് ആക്സിസ് ഏതാണെന്ന് ചോദിക്കും. പിന്നെ ഫോർമുല വെച്ചുകൊണ്ട് പ്രോബ്ലംസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, ദെൻ അടുത്തതായി എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ? ഒന്നുമില്ല, ഏത് ബോഡിയുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ജനറലി എം കെ സ്ക്വയർ എന്ന് എഴുതാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ എം കെ സ്ക്വയർ എന്ന ഫോമിൽ എഴുതിയാൽ, നേരത്തെ 8 ഫോർമുല പഠിച്ചതിൽ എല്ലാത്തിലും എം മാസില്ലേ, ആ മാസ് കഴിഞ്ഞ് ബാക്കി വരുന്നത് നമുക്ക് കെ സ്ക്വയർ എന്ന ഫോമിൽ എഴുതാം. അങ്ങനെ എഴുതുകയാണെങ്കിൽ ആ കെയുടെ സ്ഥാനത്ത് വരുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? റേഡിയസ് ഓഫ് ഗൈറേഷൻ. സോ സിമ്പിളായി ബോർഡ് എക്സാമിന് ചോദിച്ചു എന്ന് കരുതുക, എന്താണ് വാട്ട് ഈസ് മീൻഡ് ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ? കറക്റ്റ് ഡെഫിനിഷൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടി മനസ്സിലാക്കണം എന്നില്ല, കഴിയുന്നവർ അങ്ങനെ പഠിച്ചോളൂ, അല്ലാത്തവർ സിമ്പിളായിട്ട് പഠിക്കുക. ഇഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഈസ് എക്സ്പ്രസ്ഡ് ആസ് I is equal to mk square, then the distance k is called radius of gyration. If I is equal to mk square, then the distance k is called radius of gyration. കറക്റ്റ് ഡെഫിനിഷൻ മുകളിലുണ്ട്, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിച്ചാലും മതി. എക്സാമ്പിൾ നോക്ക്. ഇപ്പോൾ ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എം ആർ സ്ക്വയർ ആണ് എന്ന് കരുത്. അങ്ങനെയെങ്കിൽ കെ സ്ക്വയറിന്റെ പ്ലേസിൽ ആർ സ്ക്വയർ അല്ലേ? കെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആർ സ്ക്വയർ. അപ്പോൾ കെ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ആർ സ്ക്വയർ എന്നാവും. എന്ന് പറഞ്ഞാൽ ആർ അല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. I is equal to mr square by 2 എന്നാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയറിന്റെ പ്ലേസിൽ ആരാ പറ? മാസ് അല്ലാത്ത ബാക്കി പോർഷൻ അല്ലേ കെ സ്ക്വയർ. അപ്പൊ കെ സ്ക്വയറിന്റെ സ്ഥാനത്ത് ആർ സ്ക്വയർ ബൈ 2 എന്ന് വരും. അങ്ങനെ വരുമ്പോൾ കെ ഇസ് ഈക്വൽ ടു എന്ത് വരും? സ്ക്വയർ റൂട്ട് ഓഫ് ആർ സ്ക്വയർ ബൈ 2. ആർ സ്ക്വയറിന്റെ റൂട്ട് 6 ആണ്, ആർ ബൈ റൂട്ട് 2 എന്ന് വരും. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ട്രാൻസ്ലേഷനും റൊട്ടേഷനും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോവുക. ട്രാൻസ്ലേഷണൽ മോഷനും റൊട്ടേഷണൽ മോഷൻ നോക്കാം. ആദ്യം നമുക്ക് ടേംസ് കമ്പയർ ചെയ്യാം. ട്രാൻസ്ലേഷണൽ മോഷനിൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് എസ്, റൊട്ടേഷണൽ മോഷനിൽ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് തീറ്റ. ഇവിടെ ലീനിയർ വെലോസിറ്റി, ആംഗുലാർ വെലോസിറ്റി. ലീനിയർ ആക്സിലറേഷൻ, ആംഗുലാർ ആക്സിലറേഷൻ. ഇവിടെ ഫോഴ്സ് അനലോഗായി അവിടെ ടോർക്ക്. ദെൻ ഇവിടെ ലീനിയർ മൊമെന്റം, ഇവിടെ ആംഗുലാർ മൊമെന്റം. ഇവിടെ മാസ്, അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഓക്കെ, ടേംസ് കമ്പയർ ചെയ്തു. ഈ കമ്പാരിസൺ ഓഫ് ടേംസ് വെച്ചുകൊണ്ട് നമുക്കിനി ഇക്വേഷൻസ് കമ്പയർ ചെയ്യണം. എങ്ങനെ ഇക്വേഷൻസ് കമ്പയർ ചെയ്യാം നോക്കണം.
ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി, പവർ, മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിലൊക്കെ പഠിച്ച ഫോർമുലകൾ പറയാം. അത് റൊട്ടേഷണൽ മോഷനിലേക്ക് വരുമ്പോൾ എങ്ങനെ മാറും എന്നുള്ളത് നോക്കാം. നോക്കിക്കോളൂ. ആദ്യം നിങ്ങൾ V = U + AT, അതേപോലെ S = UT + ½ AT². മൂന്നാമത്തെ ഇക്വേഷൻ പറയണം, V² = U² + 2AS. അത് കഴിഞ്ഞ് നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻസ് F = ma, അതേപോലെ മൊമെൻറ്റം P = മാസ് ഇൻറ്റു വെലോസിറ്റി, അതേപോലെ വർക്ക് എനർജി പവറിൽ വർക്ക് ഡൺ = ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. F.S ആണ്, ഡോട്ട് ഒഴിവാക്കിയത് F/S. അതേപോലെ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ½ mv². കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ KT, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയാണ് KT എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ പഠിക്കാണ്, നോക്കണം. യെസ്, KT = P² / 2m. വർക്ക് എനർജി പവർ പഠിച്ച ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ റൊട്ടേഷണൽ മോഷനിലേക്ക് മാറ്റി പഠിക്കുകയാണ്. അപ്പോൾ എങ്ങനെ വരും നോക്കണം. V എന്ന് പറഞ്ഞ ഫൈനൽ വെലോസിറ്റി അല്ലേ, ഇവിടെ ഫൈനൽ വെലോസിറ്റിയെ ഒമേഗ എന്ന് എഴുതും, ഇനീഷ്യൽ വെലോസിറ്റിയെ ω0 എന്ന് എഴുതും. ഓക്കെ, ദെൻ ആക്സിലറേഷനെ A എന്ന് എഴുതും, ടൈം T. ഓക്കെ, അടുത്തത് ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് θ, ഇനീഷ്യൽ വെലോസിറ്റി ω0 ഇൻറ്റു T + ½ α T². V² = U² + 2AS ആണെങ്കിലോ ω² = ω0² + 2α θ. F = ma, പറടാ എഫിന് പകരം ടോ എന്നല്ലേ, മാസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ A α, ടോ = Iα. Then linear momentum mv, angular momentum L = I into omega. L = I omega. Work done = force into displacement. Rotate ചെയ്യാനുള്ള work done, ഫോഴ്സിന് പകരം ടോർക്ക്, ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് പകരം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, ദെൻ കൈനറ്റിക് എനർജി, റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയെ KR എന്ന് എഴുതും, ½ ഇൻറ്റു, ദെൻ മാസിന് പകരം I, മൊമെന്റ് ഓഫ് ഇനർഷ്യ V omega, ½ I omega². ഓക്കെ, ദെൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും അതേപോലെ ആംഗുലാർ മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ L² / 2 ഇൻറ്റു I. ഓക്കെ, ഇനി എന്താ മക്കൾ പഠിക്കേണ്ടത്? ഈ റൈറ്റ് സൈഡിൽ എഴുതിയ എല്ലാ ഇക്വേഷൻസും വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കും, ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ഓക്കെ, ഈ ഇക്വേഷൻസിലെ ഒട്ടുമിക്ക ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള ന്യൂമറിക്കൽസും പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഫോർമുല അറിയണ്ടേ? ആ ഫോർമുല ബൈഹാർട്ടാക്കാനുള്ള എളുപ്പ വഴി ആയിക്കൊണ്ടാണ് ഈ കമ്പാരിസൺ. ഇതെല്ലാം നമുക്ക് ബൈഹാർട്ടല്ലേ, പല ചാപ്റ്റർ പഠിച്ചല്ലേ. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ടേംസ് കമ്പയർ ചെയ്തിട്ട് ആദ്യം പഠിച്ചു, അത് വെച്ചുകൊണ്ട് ഈ ഇക്വേഷൻസും കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, എന്നിട്ട് ഇത് വെച്ചുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ടേംസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എല്ലാ ഇക്വേഷൻസും എഴുതിയ സ്ഥിതിക്ക് നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് വരാം. ഇവിടെ ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. എന്താണ് ആ പ്രോബ്ലം? ഇതുപോലുള്ള പ്രോബ്ലംസ് ആണ് ആ ഭാഗത്ത് നിന്ന് ചെയ്ത് പഠിക്കേണ്ടത്. എ സോളിഡ് സിലിണ്ടർ, mass 20 kilogram, rotates about its axis with an angular speed 100. നോക്കണം, ആ സോളിഡ് സിലിണ്ടറിന്റെ മാസ് 20 കിലോഗ്രാം എന്ന് തന്നു. അതേപോലെ കറങ്ങുന്ന ആംഗുലർ സ്പീഡ് 100 radian/second എന്ന് തന്നു. 100. ഓക്കെ, 100 radian/second. എന്നിട്ട് എന്താ പറഞ്ഞത്? റേഡിയസ് ഓഫ് സിലിണ്ടർ 0.25 മീറ്റർ ആണ്. സിലിണ്ടറിന്റെ റേഡിയസ് 0.25 മീറ്റർ. വാട്ട് ഈസ് ദി കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് ദി റൊട്ടേഷൻ ഓഫ് സിലിണ്ടർ? കൈനറ്റിക് എനർജി കണ്ടെത്തണം, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. അതോടൊപ്പം വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെന്റം? ആംഗുലാർ മൊമെന്റം എത്ര എന്നും കണ്ടെത്തണം. ഞാൻ ഫോർമുല എഴുതാം, സബ്സ്റ്റിറ്റ്യൂഷൻ പറയാം. ഓക്കെ, എന്നിട്ട് അത് മക്കൾ ചെയ്ത് നോക്കുക എങ്ങനെ ആൻസർ കിട്ടുന്നെന്നുള്ളത്. ഓക്കെ, എങ്ങനെയാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണുക? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ½ I omega² എന്നല്ലേ. ഇത് സോളിഡ് സിലിണ്ടറാണ്. സോളിഡ് സിലിണ്ടർ ആകുമ്പോൾ എന്താ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഫോർമുല? mr² / 2 ഇൻറ്റു ω². ഓക്കെ, ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 ഇൻറ്റു എത്രയും മാസട?
മാസ് 20 കിലോഗ്രാം, റേഡിയസ് എത്ര 0.25 സ്ക്വയർ, ഓക്കെ, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഒമേഗ, ഒമേഗൻ്റെ സ്ക്വയർ, ഒമേഗ 100 ആണ്, 100 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ നമ്മൾ ഏത് യൂണിറ്റിൽ എഴുതണം? കൈനറ്റിക് എനർജി ആയതുകൊണ്ട് ജൂളിൽ എഴുതണം. ഇങ്ങനെയാണ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കണ്ടെത്തേണ്ടത്. ഇനി ആംഗുലാർ മൊമെന്റം കണ്ടെത്താനുള്ള ക്വസ്റ്റ്യൻ കൂടി ഉണ്ടല്ലോ. എങ്ങനെയാണ് ആംഗുലാർ മൊമെന്റം കണ്ടെത്തുക? ആംഗുലാർ മൊമെന്റം കാണാൻ നേരത്തെ കമ്പാരിസണിൽ ഫോർമുല പഠിച്ചു, I ഇൻറ്റു ഒമേഗ. I എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ. എന്താ മൊമെന്റ് ഓഫ് ഇനർഷ്യ? സോളിഡ് സിലിണ്ടർ അല്ലേ, അപ്പോൾ mr²/2 ഇൻറ്റു ഒമേഗ. വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ, മാസ് എത്ര പറ 20, r റേഡിയസ് എത്ര 0.25 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഒമേഗ എന്ന് പറയുമ്പോൾ 100. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ആംഗുലാർ മൊമെന്റം കിട്ടും. ഓക്കെ, ഈ ആംഗുലാർ മൊമെന്റത്തിന്റെ വാല്യൂ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ സ്ക്വയർ (10⁻⁻⁻1) നേരത്തെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലുള്ള പ്രോബ്ലംസ് ആണ് ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് ചെയ്ത് പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി തരാനാണ് ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ആക്കി ഇട്ടത്. ഓക്കെ, ദെൻ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ്. അവസാന ടോപ്പിക്കാണെന്ന് മാത്രമല്ല വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്. എന്നാൽ സിമ്പിളായി പഠിക്കുകയും ചെയ്യാം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ലോസ് ഓഫ് മോഷനിലുണ്ട്. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. വളരെ സിമ്പിളായിട്ട് പഠിക്കാം. എക്സ്റ്റേണൽ ടോർക്ക് ഒരു ബോഡിയിൽ ഇല്ലെങ്കിൽ അയാളുടെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ഈസ് 0, ആംഗുലാർ മൊമെന്റം വിൽ ബി കോൺസ്റ്റന്റ്. അത്രയേ ഉള്ളൂ. കറങ്ങുന്ന ഒരു ബോഡിക്ക് എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ കറങ്ങുന്ന ബോഡിയുടെ കറക്കത്തിന്റെ ആംഗുലാർ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ഈസ് 0, ആംഗുലാർ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ്. അതാണ് വൃത്തിക്ക് ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ എ ബോഡി ദെൻ ഇറ്റ്സ് ടോട്ടൽ ആംഗുലാർ മൊമെന്റം വിൽ ബി കോൺസ്റ്റന്റ് എന്ന് എഴുതി വെച്ചത്. ഓക്കെ, ഞാൻ എൻ്റെ പ്രൂഫാണ്. പ്രൂഫ് ഒന്നും എക്സാമിന് ചോദിക്കാറില്ല, എന്നാലും എങ്ങനെ പ്രൂവ് ചെയ്യാന്ന് ചോദിച്ചാൽ, അതായത് ടോർക്ക് ഈസ് ഈക്വൽ ടു dl/dt എന്നല്ലേ നമ്മൾ നേരത്തെ റിലേഷൻ ഡിറൈവ് ചെയ്ത് പഠിച്ചത്. അപ്പൊ ടോർക്ക് ഇല്ല എന്ന് കരുതുക. ടോർക്ക് ഇല്ലെങ്കിൽ dl/dt എന്ന് പറയുന്നത് 0. അപ്പൊ dl ഈക്വൽ ടു 0. dl എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റത്തിൽ ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ് എന്നാണ് അർത്ഥം. ഇതാണ് പ്രൂഫ്. അത്രേ ഉള്ളൂ. പ്രൂഫ് ചോദിച്ചിട്ടില്ലെന്ന് വരെ. പ്രൂഫ് ചോദിക്കാതെ പിന്നെ എന്താ ചോദിക്കുന്നത്? അപ്ലിക്കേഷൻസ് ആണ്. ധാരാളം അപ്ലിക്കേഷൻസ്. നോക്കടാ, നിങ്ങൾ ഇവിടെ കറങ്ങുന്ന 2 വ്യക്തികളെ കാണാം ഈ ചിത്രത്തിൽ. ഒരാൾ ഇതേപോലെ ഒരു സ്റ്റൂളിലൊക്കെ ഇരുന്നുകൊണ്ട്, ചെയറിലൊക്കെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാണ്? കയ്യിലൊക്കെ നമ്പൽസൊക്കെ പിടിച്ച് കറങ്ങാണ്. എന്നാൽ ഇവിടെ ആകട്ടെ മറ്റൊരു സ്ത്രീ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കൈകൾ നിവർത്തി പിടിച്ചു മടക്കി പിടിച്ചു നിന്നുകൊണ്ട് കറങ്ങുന്ന രീതിയാണ്. ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് എക്സാമിന് എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കറങ്ങുന്ന വ്യക്തി കറക്കത്തിനിടക്ക് കൈകാലുകൾ ഇങ്ങനെ അകറ്റി പിടിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഫോർമുല I ഇൻറ്റു ഒമേഗ എന്നല്ലേ നേരത്തെ പഠിച്ചത് ആ കമ്പാരിസണിൽ. I എന്ന് പറയുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ. മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാനുള്ള ഫോർമുല mr² എന്നൊക്കെ പഠിച്ചു. ഓക്കെ, mr² ജനറൽ ആയിട്ട് mr² എന്നുള്ള ഫോർമുലയ്ക്ക് ഉപയോഗിക്കാം. നമുക്ക് ഒരു പാർട്ടിക്കലിന്റെ കേസിലൊക്കെ mr² എന്ന് പഠിച്ചു. പിന്നെ വ്യത്യസ്ത റിജിഡ് ബോഡികളാകുമ്പോൾ അതിനനുസരിച്ചൊക്കെ വ്യത്യാസം കാണും. അങ്ങനെയെങ്കിലും പറയും, കറങ്ങുന്ന ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ കറങ്ങുന്ന ബോഡി അല്ലെങ്കിൽ ആ കറങ്ങുന്ന വ്യക്തി കറക്കത്തിനിടക്ക് കൈകാലുകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ അവിടെ ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടിയില്ലേ? ഇയാൾ കറങ്ങുന്ന ആക്സിസ് ഇതാണ്. കൈകൾ നിവർത്തി പിടിക്കുമ്പോൾ ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടി. ഇതാ, കൈകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുമ്പോൾ ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടി. ശ്രദ്ധിക്കണേ, ഇതാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടിയാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. I കൂടിയാൽ ഒമേഗ എന്ത് ചെയ്യും? കുറയും. I ഇൻറ്റു ഒമേഗ അല്ലേ ആംഗുലർ മൊമെന്റം. ആംഗുലർ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ I ഇൻറ്റു ഒമേഗ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ I കൂടിയാൽ ഒമേഗ എന്ത് ചെയ്യും? കുറയും. I കുറഞ്ഞാൽ ഒമേഗ എന്ത് ചെയ്യും? കൂടും. അത്രേ ഉള്ളൂ. കൈകാലുകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ 6 കൂടുന്നു. 6 കൂടിയാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുന്നു. അപ്പോൾ സ്പീഡ് കുറയുന്നു. കറക്കത്തിനിടക്ക് കൈകാലുകൾ നിവർത്തി പിടിച്ചാൽ സ്പീഡ് കുറയും.
എന്നാൽ കൈകാലികൾ അടുപ്പിച്ച് പിടിച്ചാലോ നല്ല വേഗതയിൽ കറങ്ങാനും പറ്റും, നല്ല സ്പീഡ് കറങ്ങാനും പറ്റും. എന്തുകൊണ്ട്? 6 കുറയുന്നു. കൈകാലികൾ അടുപ്പിച്ച് പിടിക്കുമ്പോൾ 6 കുറയുന്നു. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുന്നു. അപ്പോൾ സ്പീഡ് കൂടുന്നു. ഓക്കെ, ഇതാണ് കൈകാലുകൾ അകറ്റി പിടിക്കുമ്പോഴും അടുപ്പിച്ച് പിടിക്കുമ്പോഴും ആ കറക്കത്തിന്റെ വേഗതയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ആൻസർ ചെയ്യേണ്ടത് 6 എന്ന് എഴുതുന്നതിന് പകരം ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് നോക്കിയാക്കിയാൽ മതി. ഇതേ ആശയം വെച്ചുകൊണ്ടാണ് ബാക്കി ക്വസ്റ്റ്യൻ നോക്കുന്നത്. വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുന്ന ആൾ, ആ ഡൈവ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പലതവണ വായുവിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് എന്തിനാണ് ശരീരം ഇയാൾ ചുരുട്ടി പിടിക്കുന്നത്? ഇങ്ങനെ കാലുകൾ ഉയർത്തിയിട്ട് ചെസ്റ്റിലേക്ക് ചേർത്തിയിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിച്ചാൽ, ഇങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 6 ആക്സിസിൽ നിന്നുള്ള ദൂരം കുറയുന്നു. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുന്നു. അപ്പോൾ ഒമേഗ കൂടുന്നു. നല്ലപോലെ ഇയാൾക്ക് പലതവണ കറങ്ങാൻ സാധിക്കുന്നു. എന്നാൽ വെള്ളത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് കൈകാലുകൾ തന്നെ വിടർത്തി പിടിക്കും. അപ്പോൾ 6 കൂടും, മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും, സ്പീഡ് കുറയും, സേഫായി ലാൻഡ് ചെയ്യാൻ സാധിക്കും. പൂച്ചയൊക്കെ ഉയരത്തുനിന്ന് ചാടുമ്പോഴും ബോഡി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്നതിന് പിന്നിലും ഇതാണ് കാരണം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന കേസ് ആണെങ്കിൽ 6 കൂടുന്നു, ഐ കൂടുന്നു, ഒമേഗ കുറയുന്നു. ശരീരഭാഗം ചുരുട്ടി പിടിക്കുന്ന അപ്ലിക്കേഷനാണ് ചോദിച്ചെങ്കിലോ 6 കുറയുന്നു, ഐ കുറയുന്നു, സ്പീഡ് ഒമേഗ കൂടുന്നു എന്ന് എഴുതണം. ഓക്കെ, അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കും. നിങ്ങൾ ഗ്രാവിറ്റേഷൻ എന്നുള്ള ചാപ്റ്റർ പഠിച്ചു. പ്ലാനറ്റുകൾ സണ്ണിനെ ചുറ്റി എലിപ്റ്റിക്കൽ പാത്തിൽ കറങ്ങുന്നു. എലിപ്റ്റിക്കൽ പാത്തിൽ കറങ്ങുമ്പോൾ ചില സമയത്ത് പ്ലാനറ്റുകൾ സണ്ണിന്റെ അടുത്തെത്തും. കെപ്ലറുടെ സെക്കൻഡ് ലോ പഠിച്ചു. പ്ലാനറ്റുകൾ സണ്ണിന് അടുത്തെത്തുമ്പോൾ സ്പീഡ് കൂടുന്നു എന്നാണ്. സൂര്യനെ ചുറ്റി ഭൂമി ഉൾപ്പെടെയുള്ള പ്ലാനറ്റുകൾ കറങ്ങുന്നത് എല്ലായ്പ്പോഴും എല്ലാ കാലത്തും ഒരേ വേഗതയിലല്ല എന്നാണ്. സൂര്യനോട് അടുത്തെത്തുന്ന സമയത്ത് വേഗത കൂടുന്നു. എന്തുകൊണ്ട്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം വഴി വിശദീകരിക്കുക. സൂര്യനോട് അടുത്തെത്തുന്ന സമയത്ത് അവിടെ 6 കുറയുന്നു. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കുറയുന്നു, സ്പീഡ് കൂടുന്നു. എന്നാൽ പ്ലാനറ്റുകൾ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയാകുന്ന സമയത്തോ അവിടെ 6 കൂടുന്നു. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുന്നു, ഒമേഗ കുറയുന്നു. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിന്റെ അപ്ലിക്കേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ഭൂമി കറങ്ങുന്നതിനിടക്ക് ഷ്രിങ്ക് ചെയ്താൽ, ചുരുങ്ങിപ്പോയാൽ ദിവസത്തിന്റെ ദൈർഘ്യത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന ചോദ്യം വരും. ഭൂമി കറങ്ങുന്നതിനിടക്ക് ചുരുങ്ങിപ്പോയാൽ 6 കുറയുന്നു, ഐ കുറയുന്നു, ഒമേഗ കൂടുന്നു, കറക്കത്തിന്റെ വേഗത കൂടും. കറക്കത്തിന്റെ വേഗത കൂടിയാൽ, ഇപ്പോൾ കറങ്ങുന്ന വേഗതയിലാണെങ്കിൽ ഒരു ദിവസം 24 മണിക്കൂർ, അതിനേക്കാൾ വേഗത കൂടിക്കഴിഞ്ഞാൽ ദിവസത്തിന്റെ ദൈർഘ്യം, ഡ്യൂറേഷൻ ഓഫ് ഡേ കുറയുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ സിസ്റ്റംസ് ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്നുള്ള ചാപ്റ്ററിലെ മുഴുവൻ തിയറി പാർട്ടും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം നമ്മൾ വെക്ടർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ക്രോസ് പ്രൊഡക്റ്റ് പഠിച്ചു. അത് കഴിഞ്ഞ് സെന്റർ ഓഫ് മാസ് നോക്കി. പിന്നെ റൊട്ടേഷണൽ മോഷനുമായി ബന്ധപ്പെട്ട ടേംസ് പഠിച്ചു. ആ ടേംസിന് ശേഷം ടോർക്കും ആംഗുലർ മൊമെന്റും തമ്മിലുള്ള റിലേഷൻ, പ്രധാനപ്പെട്ട ഒരേ ഒരു ഡെറിവേഷൻ ഈ ചാപ്റ്ററിൽ നിന്ന് മറക്കരുത്. അത് കഴിഞ്ഞ് ഇക്വിലിബ്രിയം ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ കണ്ടു. അത് കഴിഞ്ഞ മൊമെന്റ് ഓഫ് ഇനർഷ്യയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കുകളായിരുന്നു നോക്കിയത്. 6 ബോഡികളുടെ 8 ഫോർമുലകൾ ബൈഹാർട്ട് ആക്കണം. അവസാനം ട്രാൻസ്ലേഷനും റൊട്ടേഷനും തമ്മിലുള്ള കമ്പാരിസൺ പഠിച്ചു. അവിടുന്ന് ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ഏറ്റവും അവസാനം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റും കൂടി പഠിക്കുന്നതോടെ ഈ ചാപ്റ്ററിലെ മുഴുവൻ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതെന്ത് ചെയ്യണം, ചോദിച്ച് മനസ്സിലാക്കി പഠിക്കുകയും ചെയ്യണം. ദാറ്റ്സ് ഓൾ. ഓക്കെ, നമ്മളിനി ഈ ചാപ്റ്ററിലെ ഏതാനും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണ്. ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന്, ബോർഡ് എക്സാം ലെവലിന് ചോദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കണം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. നമ്മൾ നേരത്തെ 6 റിജിഡ് ബോഡികളുടെ 8 മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഫോർമുലകൾ ബൈഹാർട്ടാക്കാൻ പറഞ്ഞു. അവിടെ നിന്ന് പബ്ലിക് എക്സാമിന്റെ ഒരു കൊല്ലത്തെ ചോദ്യം, ബോഡിയുടെ പേര്, ആക്സിസ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. സർക്കുലർ ഡിസ്ക്, റേഡിയസ് r, പെർപെൻഡിക്കുലർ ടു ദി ഡിസ്ക് അറ്റ് ദി സെന്റർ. അതായത് സർക്കുലർ ഡിസ്ക്, ആ ഡിസ്കിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലറായി സെന്ററിലൂടെയുള്ള ആക്സിസ്, ഇതിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഫോർമുല നമുക്കറിയാം, mr²/2. mr²/2. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. തിൻ സർക്കുലർ റിംഗ് റേഡിയസ് r. റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2. റിങ്ങിന്റെ 2 ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഒന്ന് mr²ഉം mr²/2. ഇത് mr²/2 ആ ചോദിക്കുന്നത്. mr²/2 എന്ന് പറയുമ്പോൾ അത് ഏത് ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോഴാണ്? ഡയാമീറ്റർ. ഓക്കെ, സോ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് ഡയാമീറ്ററിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോഴാണ് mr²/2. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, തിൻ റോഡ് ആകുമ്പോൾ നമുക്കറിയാം ഒറ്റ ഫോർമുലയെ പഠിക്കാനുള്ളൂ. അത് ഏത് ആക്സിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തിൻ റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ml²/12. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൊമെന്റ് ഓഫ് ഇനർഷ്യ mr² ആണ്, പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ അറ്റ് ദി സെന്റർ ആണ്. ഏതാണ് ബോഡി? mr² മൊമെന്റ് ഓഫ് ഇനർഷ്യയിൽ 2 ബോഡികളുണ്ട്. ഒന്ന് റിങ്ങും ഒന്ന് ഹോളോ സിലിണ്ടറും.
അതിൽ പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ അറ്റ് ദി സെൻറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം അത് ഹോളോ സിലിണ്ടർ അല്ല, പിന്നെ ഏതാ പറ റിംഗ് ആണെന്ന്. സോ 6 ബോഡികളുടെ 8 മൊമെന്റ് ഓഫ് ഇനർഷ്യൻ്റെ ഫോർമുലകൾ ബൈഹാർട്ട് ആക്കാനുള്ള ഭാഗത്ത് ബോഡിയുടെ പേര്, ആക്സിസിൻ്റെ പേര്, മൊമെന്റ് ഓഫ് ഇനർഷ്യൻ്റെ ഫോർമുല എല്ലാം ബൈഹാർട്ട് ആക്കിയിരിക്കണം, എല്ലാം എഴുതാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആംഗുലർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ദി റൊട്ടേഷണൽ അനലോഗ് ഓഫ് ഇറ്റ്സ് ലീനിയർ മൊമെന്റം. The equation connecting angular momentum and linear momentum. Angular momentum linear momentum connect ചെയ്യുന്ന ഇക്വേഷൻ എന്താ? L vector is equal to R cross P. ശ്രദ്ധിക്കണം, R cross P ആണ് കറക്റ്റ്. P cross R ഉണ്ട്, R dot P ഉണ്ട്, അങ്ങോട്ട് മാറരുത്, R cross P. P cross R എന്ന് എഴുതിയ തെറ്റി. Then starting from the equation connecting angular momentum and linear momentum, deduce the relation between torque and angular momentum. ടോർക്കും ആംഗുലർ മൊമെന്റവും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യാനാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഡെറിവേഷനായി നമ്മളത് പഠിച്ചതാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കണില്ല. ടോ ഇസ് ഈക്വൽ ടു dL/dt. ആ ഡെറിവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു, അത് വൃത്തിയിൽ എഴുതി പഠിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി ഡ്യൂറേഷൻ ഓഫ് എ ഡേ വെൻ എർത്ത് ഷ്രിങ്സ് ടു 1/8 ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വോള്യം. ഭൂമി അതിൻ്റെ യഥാർത്ഥ വോള്യത്തിൻ്റെ, ഇപ്പോഴുള്ള വോള്യത്തിൻ്റെ 1/8 8/1 വോള്യം ചുരുങ്ങിയാൽ, ഭൂമിയുടെ സൈസ് 8/1 ചുരുങ്ങിയാൽ ഡ്യൂറേഷൻ ഓഫ് ഡേ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, സൈസ് അല്ലെങ്കിൽ വോള്യം 8/1 ആവുക എന്ന് പറഞ്ഞാൽ റേഡിയസ് പകുതിയാവുക എന്നാണ് അർത്ഥം. അത് ആദ്യം മനസ്സിലാക്കണം. എന്താണ് ഒരു സ്ഫിയറിൻ്റെ വോള്യം കാണാനുള്ള ഫോർമുല? 4/3πr³ എന്നല്ലേ? അതെ, വോള്യം 8/1 ആവുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, അത് റേഡിയസ് പകുതിയാവില്ല. റേഡിയസ് പകുതിയാവുമ്പോൾ r/2, r/2ൻ്റെ ക്യൂബ് കാണുമ്പോഴല്ലേ r³/8 എന്ന് വരിക. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കണം, വോള്യം 8/1 ആവുക എന്ന് പറഞ്ഞാൽ റേഡിയസ് പകുതിയാവലാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഭൂമിയുടെ റേഡിയസ് പകുതിയായാൽ ദിവസത്തിൻ്റെ ദൈർഘ്യം എത്രയായിരിക്കും? ഓർമ്മിക്കുക, ഭൂമി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എക്സ്റ്റേണലായി ടോർക്കില്ല. അപ്പോൾ എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം കൺസർവ്ഡ് ആണ്, കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഭൂമി ഇപ്പോഴത്തെ റേഡിയസ് r ആണ്, ഇനി അത് ചുരുങ്ങി റേഡിയസ് r/2 ആയി. ഓക്കെ, വോള്യം പകുതിയായി എന്ന് പറയുമ്പോൾ വോള്യം 1/8 എന്ന് പറയുമ്പോൾ റേഡിയസ് പകുതിയായി. രണ്ട് സമയത്തും ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ്. ഇവിടുത്തെ ആംഗുലാർ മൊമെന്റം L1, ഇവിടുത്തെ ആംഗുലാർ മൊമെന്റം L2. എക്സ്റ്റേണൽ ടോർക്ക് ഇല്ലാത്തത് കാരണം L1 ഈസ് ഈക്വൽ ടു L2. ആംഗുലർ മൊമെന്റം കാണാനുള്ള ഫോർമുല I × ഒമേഗ എന്നാണ്. അപ്പോൾ ഇവിടെ I1 ω1 ഈസ് ഈക്വൽ ടു L2 എന്ന് പറയുമ്പോൾ I2 ω2 എന്ന് എഴുതും. I1 ω1 ഈസ് ഈക്വൽ ടു I2 ω2. മൊമെന്റ് ഓഫ് ഇനർഷ്യ, ഭൂമിയെ ഒരു സ്ഫിയറായി, സോളിഡ് സ്ഫിയറായി കൺസിഡർ ചെയ്താൽ സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5 mr². ഒമേഗ ഇസ് ഈക്വൽ ടു 2π/ടൈം പീരീഡ് എന്നല്ലേ? 2π/ടൈം പീരീഡ്. ഇപ്പോഴത്തെ ടൈം ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമല്ലേ ദിവസത്തിൻ്റെ ദൈർഘ്യം. ഓക്കെ, ഇസ് ഈക്വൽ ടു, ഇവിടെ ഭൂമിയുടെ റേഡിയസ് പകുതിയാകുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ 2/5, റേഡിയസ് പകുതിയാണ്. അപ്പോൾ r² എന്നല്ല r/2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. ω2 എന്നുള്ളത് 2π/T2 എന്നും ആക്കണം. ഇങ്ങനെ വരുമ്പോൾ ആരൊക്കെ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ 2/5 കട്ട് ചെയ്തു, m കട്ട് ചെയ്തു, 2π കട്ട് ചെയ്തു, ബാക്കി ആര് വരും? ഇവിടെ r²/T1 എന്ന് വരും. ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വരും? r/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ r²/4 അല്ലേ, പിന്നെ T2 കൂടി ഡിനോമിനേറ്റർ. അപ്പോൾ r² കൂടി കട്ട് ചെയ്തു പോയി. ഇനി റെസിപ്രോക്കൽ എടുത്താൽ ഇവിടെ T1, അവിടെ 4T2. അപ്പോൾ എങ്ങനെ എഴുതാം? T1 ഈസ് ഈക്വൽ ടു 4T2. റെസിപ്രോക്കൽ എടുത്തു. നമുക്ക് പുതിയ ടൈം പീരീഡ്, ദിവസത്തിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ പുതിയ ടൈം പീരീഡ് കണ്ടെത്തേണ്ടത്. T2 ആണ് കണ്ടെത്തേണ്ടത്. T2 ഈസ് ഈക്വൽ ടു T1/4. T2 ഈസ് ഈക്വൽ ടു T1/4. T1 എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടൈം പീരീഡ്. ഇപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോൾ 24 മണിക്കൂറാണ്. /4 എന്ന് പറയുമ്പോൾ 24/4 6 hours.
ഓക്കെ. അപ്പോൾ ഭൂമിയുടെ വോള്യം സൈസ് 8/1 ചുരുങ്ങിയാൽ അഥവാ റേഡിയസ് പകുതിയായാൽ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് കേവലം 6 മണിക്കൂർ മാത്രമായിരിക്കും എന്നാണ്. ഓക്കെ, ഗോ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ വീൽ സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് acquires an angular velocity of 10 radian per second in 2 seconds. The moment of inertia of the wheel is 0.4. Calculate the torque acting on it. ഒരു വീല് റെസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് 10 റേഡിയൻ പെർ സെക്കൻഡ് ആംഗുലർ വെലോസിറ്റിയിൽ 2 സെക്കൻഡ് സമയം കറങ്ങുകയാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്നിട്ടുണ്ട് 0.4 ആണ്. ടോർക്ക് കാണണം. മൊമെന്റ് ഓഫ് ഇനർഷ്യ തന്ന് ടോർക്ക് കാണാൻ ചോദിച്ചാൽ എന്താ ഫോർമുല? ടോ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ആൽഫ. ഐ മൊമെന്റ് ഓഫ് ഇനർഷ്യ അത് തന്നു 0.4 ആണ്. ആൽഫ നമ്മൾ സെപ്പറേറ്റ് കണ്ടെത്തണം. ആൽഫ ആംഗുലാർ ആക്സിലറേഷൻ ആണ്. എങ്ങനെ കണ്ടെത്താം? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. ഫൈനൽ വെലോസിറ്റിയെ ഞാൻ ഒമേഗ എന്ന് എഴുതുന്നു, ഇനീഷ്യൽ വെലോസിറ്റിയെ ഒമേഗ 0 എന്ന് എഴുതുന്നു, ബൈ ടൈമിനെ ടി എന്ന് എഴുതുന്നു. നിങ്ങൾ പറയും റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വീല്. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ ഫൈനൽ വെലോസിറ്റിയോ 10 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ 10 മൈനസ് 0 ബൈ സെക്കൻഡ്, സോറി ടൈം 2 സെക്കൻഡ്. സോ 10/2 എന്ന് പറയുമ്പോൾ 5. അപ്പോൾ ആൽഫയുടെ വാല്യൂ 5 ആണ്, റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ 0.4 ഇൻറ്റു 5, 0.4 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 20. ടോർക്കിൻ്റെ യൂണിറ്റ് മറക്കരുത്, ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A girl rotates on a swivel chair as shown below. കറങ്ങുന്ന ഒരു ചെയറിലിരിക്കുന്ന ഒരു കുട്ടിയെ കാണാം. What happens to her angular speed when she stretches her arms? ആ കുട്ടി കൈകൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ ആംഗുലാർ സ്പീഡിന് എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു സ്ട്രെച്ച് ചെയ്ത് പിടിച്ചാൽ എ ക്വസ്റ്റ്യൻ്റെ ആൻസർ 6 കൂടുന്നു. ഒക്കെ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടും. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടും. ഐ കൂടിയാൽ ഒമേഗ ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ആൻസർ എന്താ? വാട്ട് ഹാപ്പൻസ് ടു ഹർ ആംഗുലാർ സ്പീഡ് എന്ന് വെച്ചാൽ കുറയുന്നു, ഡിക്രീസസ്. ഓക്കെ. നെയിം ആൻഡ് സ്റ്റേറ്റ് ദി കൺസർവേഷൻ ലോ അപ്ലൈഡ് ഫോർ യുവർ ജസ്റ്റിഫിക്കേഷൻ. ഏത് ലോ അനുസരിച്ചാണ് നിങ്ങൾ ഈ കാര്യത്തിലേക്ക് എത്തിച്ചേർന്നത്? ഏതാ പറ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. പേരെഴുതി. സ്റ്റേറ്റ്മെന്റ് എന്താ? ഇഫ് എക്സ്റ്റേണൽ ടോർക്ക് ഈസ് 0, ആംഗുലാർ മൊമെന്റം വിൽ ബി കോൺസ്റ്റന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദി ഫോളോയിങ്. എ കോളത്തിലുള്ളതിന് ബി കോളവുമായി മാച്ച് ചെയ്യാം. ടോർക്ക് എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ. ടോർക്ക് എന്നതിനോട് യോജിക്കുന്നത് ടോർക്കിൻ്റെ ഫോർമുല അല്ലേ? ആർ ക്രോസ് എഫ്. സോ ടോർക്ക് എന്ന ഒന്നാമത്തെ കോളവുമായി മാച്ച് ആവുന്നത് ആർ ക്രോസ് എഫ്. 2 ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം കാണാനുള്ള ഫോർമുല ഓർക്കണില്ലേ? ആർ ക്രോസ് പി എന്നല്ലേ പഠിച്ചത്? അതെ. നിങ്ങൾക്കറിയാം എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എ വെക്ടറിനും ബി വെക്ടറിനും പെർപെൻഡിക്കുലർ. അപ്പോൾ ആർ ക്രോസ് ബിയുടെ ഡയറക്ഷൻ ആർ വെക്ടറിനും പി വെക്ടറിനും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ വരുമ്പോൾ ആംഗുലാർ മൊമെന്റത്തിന് യോജിക്കുന്നത് മാച്ച് ആവുന്നത് ഏതാ പറ? പെർപെൻഡിക്കുലർ ടു ആർ വെക്ടർ ആൻഡ് പി വെക്ടർ. ഓക്കെ. ദെൻ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം. എപ്പോഴാണ് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാകുക? നെറ്റ് ടോർക്ക് 0 ആകുമ്പോഴല്ലേ. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയം നെറ്റ് ഫോഴ്സ് 0, സിഗ്മ ടോ ഈസ് ഈക്വൽ ടു 0. ദെൻ ലീനിയർ വെലോസിറ്റി. ലീനിയർ വെലോസിറ്റിയും ആംഗുലാർ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പഠിച്ചു. വി ഈസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ദി സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ. ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസ് ഇന്റേണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എക്സ്റ്റേണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? എക്സ്റ്റേണൽ ഫോഴ്സ് മാറിയാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷന് സ്റ്റേറ്റിന് ചേഞ്ച് വരും. പക്ഷേ ചോദ്യം സെൻറ്റർ ഓഫ് മാസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ്. സെൻറ്റർ ഓഫ് മാസ് ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു പറ? മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി സിസ്റ്റം. ആ സിസ്റ്റത്തിനകത്ത് ബോഡിക്കകത്ത് മാസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? പാർട്ടിക്കിൾസ് അകന്നാണോ അടുത്താണോ? ചില ഭാഗത്ത് കൂടുതൽ ചില ഭാഗത്ത് കുറവ് ഇങ്ങനെയാണോ? അതിനനുസരിച്ച് സെൻട്രൽ ഓഫ് മാസിൻ്റെ പൊസിഷൻ മാറും. സെൻട്രൽ ഓഫ് മാസിൻ്റെ പൊസിഷൻ്റെ കാര്യമാണ് ചോദ്യം, അല്ലാതെ സെൻട്രൽ ഓഫ് മാസിൻ്റെ മോഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നതല്ല ക്വസ്റ്റ്യൻ. കൺഫ്യൂഷൻ ആവരുത്.
സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷൻ എക്സ്റ്റേണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. സെൻറ്റർ ഓഫ് മാസിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ അത് എക്സ്റ്റേണൽ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇത് സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ മാസ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ആൻസർ. അല്ലാതെ ആക്സിലറേഷനോ എക്സ്റ്റേണൽ ഫോഴ്സോ ഇന്റേണൽ ഫോഴ്സ് അങ്ങനെയല്ല. ഓക്കെ, മാസ് ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. ടോർക്ക് ആക്ടിംഗ് ഓൺ എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ്. ടോർക്ക് എന്തിൻ്റെ പ്രൊഡക്റ്റ് ആണ്? പറ. ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. ഓക്കെ, ടോർക്കിന്റെ ഫോർമുല നിങ്ങൾ ഓർക്കണില്ലേ? ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. അപ്പോൾ ഫോഴ്സ് ആൻഡ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്. ആർ ക്രോസ് എഫിനെ ആർ എഫ് സൈൻ തീറ്റ എന്ന് എഴുതി നമ്മൾ. ഇതിൽ എഫ് എന്നത് ഫോഴ്സ് ആണ്, ആർ സൈൻ തീറ്റ എന്നതാണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടോർക്കിൻ്റെ ഫോർമുല ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. സോ ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ടോർക്ക് ഈസ്. ടോർക്കിൻ്റെ SI യൂണിറ്റ് ആർ ക്രോസ് എഫ് അല്ലേ? അപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ. സോ ന്യൂട്ടൺ മീറ്റർ ഈസ് ദി റൈറ്റ് ആൻസർ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആംഗുലർ മൊമെൻറ്റം ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഡിഫൈൻഡ് ആസ്. ആംഗുലർ മൊമെൻറ്റം ഈസ് ഡിഫൈൻഡ് ആസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ആർ ക്രോസ് പി ആണ്. തെറ്റരുത്, നേരത്തെ ഇതേപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വേറെ കണ്ടതാണ്. പി ക്രോസ് ആർ വേറെ ഉണ്ട്, ആർ ക്രോസ് പി തെറ്റിക്കരുത്. എ ക്രോസ് ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. SI യൂണിറ്റ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ SI യൂണിറ്റും പലതവണ നമ്മൾ നേരത്തെ നോക്കിയതാണ്. ആംഗുലർ മൊമെൻറ്റം കാണാനുള്ള ഫോർമുല ആർ ക്രോസ് പി എന്നതിനെ ആർ ഇൻറ്റു എം വി എന്ന രീതിയിൽ മാഗ്നിറ്റ്യൂഡ് കാണാമെന്ന് പറഞ്ഞു. അതിൽ ആർ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് മീറ്റർ, മാസ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെ വരുമ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. സോ കിലോഗ്രാം മീറ്റർ സ്ക്വയർ സെക്കൻഡ് റേസ് ടു -1. ഓപ്ഷൻ 2 ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ഡിപ്പെൻഡ്സ് ഓൺ. ഒരു ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസ് ഓൺലി അല്ല, ഷേപ്പ് ഓൺലി അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. മാസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്, ആംഗുലാർ വെലോസിറ്റി. നേരത്തെ പറഞ്ഞു മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? മാസിനെ. പിന്നെ ആറാണ്. ആർ എന്നതിനെ നമുക്ക് എങ്ങനെയൊക്കെ പറയാം? സൈസ് ഓഫ് ദി ബോഡി, ഷേപ്പ് ഓഫ് ദി ബോഡി, ആക്സിസ് ഓഫ് റൊട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് എങ്ങനെയൊക്കെ പറയാം. അപ്പോൾ കറക്റ്റ് ആൻസർ മാസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് എന്നാണ്. ഈ മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാറുമ്പോഴാണ് ഷേപ്പ്, സൈസ് ഇതിലൊക്കെ മാറ്റം വരിക. ഓക്കെ, അപ്പോൾ അവിടെ ആർ എന്നുള്ള ഡിസ്റ്റൻസ് മാറും. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാ? മാസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ പോയിന്റ് മാസ് എം അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഈസ്. ഒരു പോയിന്റ് മാസ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഫോർമുല mr². ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമ്മൾ നേരത്തെ ഫോർമുല പഠിച്ചതാണ്. ദെൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അടുത്തത്, ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ അറ്റ് വിച്ച്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് ആക്സിസിൽ നിന്ന് എവിടേക്കുള്ള ദൂരമാണ്. ഒരു എക്സാമ്പിൾ നോക്കണം. ഇതൊരു റിംഗ് ആണെന്ന് കരുതുക. റിംഗ് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുന്നു എന്ന് കരുതുക. മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഫോർമുല mr² എന്നല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ k² ഇസ് ഈക്വൽ ടു r² എന്നെഴുതി. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ k ഇസ് ഈക്വൽ ടു r അല്ലേ? ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് ആക്സിസിൽ നിന്ന് എവിടേക്കുള്ള ദൂരമാണ്. ആക്സിസിൽ നിന്ന് എത്ര റേഡിയസ് ഓഫ് ഗൈറേഷൻ? r. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എവിടെ നിന്ന് എവിടേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ ആക്സിസിൽ നിന്ന് ഒരു പോയിന്റിലേക്കുള്ള ദൂരമാണ്. ആ പോയിന്റിന്റെ പ്രത്യേകത എന്താ? ആ പോയിന്റിലാണ് ആ ബോഡിയുടെ മുഴുവൻ മാസും ഉള്ളത് എന്ന് അസ്യൂം ചെയ്യണം. ഒരു ബോഡിയുടെ മുഴുവൻ മാസും അതേപോലെ എവിടെയാണോ കോൺസെൻട്രേറ്റ് ചെയ്തത് അതിന് സെൻറ്റർ ഓഫ് മാസ് എന്നാ പറയാം. പക്ഷെ ഇതല്ല, ബോഡിയുടെ മുഴുവൻ മാസും ഉള്ള ഒരു പോയിന്റ്, ആക്സിസിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം. ശ്രദ്ധിക്കണം, ഈ പോയിന്റിൽ ബോഡിയുടെ മുഴുവൻ മാസും ഉണ്ട്. ഈ പോയിന്റ് ഈ ആക്സിസിനെ ബേസ് ചെയ്ത് കറങ്ങുമ്പോൾ ആ പോയിന്റിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആ ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് ഈക്വൽ ആവുമാണ്. അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ഡെഫിനിഷൻ. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിസിൽ നിന്ന് എവിടേക്കുള്ള ദൂരമാണ് ചോദിച്ചാൽ ഹോൾ മാസ് ക്യാൻ ബി അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ് എന്നാണോ? അല്ല. ആംഗുലർ വെലോസിറ്റി മാക്സിമം ആകുന്ന പോയിന്റ് എന്നാണോ? നോക്കണം, ടോർക്ക് ഈസ് 0 എന്നുള്ള പോയിന്റ് ആണോ അതോ ആംഗുലർ മൊമെന്റം ഈസ് 0? ക്വസ്റ്റ്യൻ നോക്ക്. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ ബോഡി ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ അറ്റ് വിച്ച്
ഹോൾ മാസ് ക്യാൻ ബി അസ്യൂംഡ് കോൺസെൻട്രേറ്റഡ്. മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തതായി കരുതാവുന്ന ആ പോയിന്റിലേക്കുള്ള ദൂരമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the net external torque acting on a system is zero, angular momentum of the system remains constant. അത് law of conservation of angular momentumത്തിന്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് ആൻസർ. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നിന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ നോക്കി. വീണ്ടും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, ഡൗട്ടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും വേണം.